ഈ 530 കോടി രൂപ എന്ന് പറയുന്നത് കേന്ദ്രം സൗജന്യമായി കേരളത്തിന് നൽകുന്ന ഒരു തുകയല്ല, മറിച്ച് കേരളത്തിന് അവകാശപ്പെട്ട മൂലധന വായ്പയിൽ നിന്ന് അനുവദിച്ചിരിക്കുന്ന ഒരു തുകയാണ്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. 530 കോടി രൂപ ഇങ്ങോട്ടേക്ക് അങ്ങ് തന്നിരിക്കുകയാണ് എന്ന് കേന്ദ്രം ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്, ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിന് അവകാശപ്പെട്ട ഈ സാമ്പത്തിക വർഷത്തെ ക്യാപെക്സിൽ നിന്നുള്ള മൂലധന വായ്പയിൽ നിന്നുള്ള ഒരു ഓഹരിയാണ് കേന്ദ്രം നൽകാം എന്ന് പറഞ്ഞിരിക്കുന്നത്. 1801 കോടി രൂപയാണ് ഈ വർഷം കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള മൂലധന വായ്പ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് 530 കോടി രൂപ നമുക്കിപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഈ 530 കോടി രൂപ ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അത് കേരളത്തിന് കടമെടുക്കാനുള്ള പരിധിയിൽ നിന്ന് ആ പൈസ വെട്ടിച്ചുരുക്കുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അതൊരു സൗജന്യമോ ഔദാര്യമോ ഒന്നുമല്ല കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രവുമല്ല, ഈ 530 കോടി രൂപ എന്ന് പറയുന്നത് നേരത്തെ നോക്കൂ, ഇപ്പം വിഴിഞ്ഞത്തിൻ്റെ ഈ പറയുന്ന വിഴിഞ്ഞത്തിനായിട്ടുള്ളൊരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നതിനകത്തും അതുപോലെ തന്നെ കൊച്ചി മെട്രോയ്ക്കും വാട്ടർ മെട്രോയ്ക്കും ഒക്കെ ഇതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് ഈ പറയുന്ന ഇതേ ഫണ്ടിൽ നിന്ന്, ഈ ക്യാപെക്സിൽ നിന്ന് പൈസ തന്നിട്ടുണ്ടെന്നേ. അതിൻ്റെ തുടർച്ചയിലാണ് ഈ പറയുന്ന 530 കോടി രൂപയുടെ അനുവദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇതൊരു സൗജന്യമായോ ഔദാര്യമായോ കാണണ്ട.